ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 14-ാം അധ്യായം. ശ്രീ ശുക ഉവാച. നിശമ്യ കൗഷാരവിണോപവർണിതാം ഹരേ കഥാം കാരണസൂകരാത്മനഃ പുനഃ സ പപ്രച്ഛ തമുദ്യതാഞ്ജലിർന ചാതി തൃപ്തോ വിദുരോ ധൃതവ്രതഃ. ശ്രീ ശുകമുനി പറഞ്ഞു, മൈത്രേയ മഹർഷിയാൽ വർണ്ണിക്കപ്പെട്ടതായ വരാഹാവതാര ചരിത്രത്തെ കേട്ട ശേഷം വിദുരർ പിന്നെയും മുനിയോട് ഹരികഥയെക്കുറിച്ചു തന്നെ ചോദ്യം ചെയ്തു. ശ്രീ ഹരികഥാശ്രവണത്തിൽ ദൃഢസങ്കല്പം ചെയ്തിരിക്കുന്ന വിദുരർ കഥ കേട്ടതുകൊണ്ട് സംതൃപ്തനായിട്ടില്ല. കരുണയോടുകൂടെ ഹരികഥയെ വർണ്ണിക്കുന്ന മഹർഷിയുടെ നേരെയുള്ള ആദരാതിശയത്തെ സൂചിപ്പിക്കുവാൻ അഞ്ജലിബന്ധം ചെയ്തുകൊണ്ട് ചോദിപ്പാൻ ആരംഭിച്ചു. വിദുര ഉവാച. തേനൈവ തു മുനിശ്രേഷ്ഠ ഹരിണാ യത്നമൂർത്തിന ആദിദൈത്യോ ഹിരണ്യാക്ഷോ ഹത ഇത്യനുശുശ്രുമ. വിദുരർ ചോദിച്ചു, ഹേ മുനിശ്രേഷ്ഠ, യത്നവരാഹമൂർത്തിയായി അവതരിച്ച ആ ഹരിയാൽ തന്നെ ആദിദൈത്യനായ ഹിരണ്യാക്ഷൻ ഹനിക്കപ്പെട്ടുവെന്നരുളി ചെയ്ത സംഗതി ഞങ്ങൾ മനസ്സിലാക്കി. തസ്യ ചോദരദക്ഷോണീം സ്വദംഷ്ട്രാഗ്രേണ ലീലയാ ദൈത്യരാജസ്യ ജ ബ്രഹ്മൻ കസ്മാദേതോരവൂന്മൃതഃ. ദംഷ്ട്രാഗ്രത്താൽ ഭൂമിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്ന വരാഹമൂർത്തിയായ ശ്രീഹരിക്കും ദൈത്യരാജനായിരിക്കുന്ന ഹിരണ്യാക്ഷനും തമ്മിൽ യുദ്ധമുണ്ടാവാൻ എന്തായിരുന്നു കാരണം? മൈത്രേയ ഉവാച. സാധുവീരത്വയാ പൃഷ്ടം അവതാര കഥാം ഹരേഃ യത്വം പൃച്ഛസി മർത്യാനാം മൃത്യുപാശവിഷാദനീം. മൈത്രേയർ മറുപടി പറഞ്ഞു, കാമക്രോധാദി വൃത്തികളെ ജയിച്ച് ഹരികഥയിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുവാൻ തക്ക ശൗര്യമുള്ള ഹേ വീര, അങ്ങയുടെ ചോദ്യം ലോകോപകാരമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മരണധർമ്മമുള്ളതുകൊണ്ടല്ലേ മർത്യന്മാരെന്നു പേരുണ്ടായത്. അവരെ ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് അമർത്യന്മാരാക്കുന്നതിന് മതിയായിരിക്കുന്ന ഹരികഥയെക്കുറിച്ചല്ലേ അങ്ങയുടെ ചോദ്യം. അതുകൊണ്ട് ലോകഹിതത്തെയാണ് ചെയ്യുന്നത് എന്നതിൽ സംശയമില്ല. ഹരികഥയ്ക്ക് മൃത്യുപാശത്തെ ഛേദിപ്പാൻ ശക്തിയുണ്ടെന്ന് ബോധിപ്പിപ്പാൻ ധ്രുവനെ ഉദാഹരിച്ച് പറയുന്നു. നാരദമുനി ഉപദേശിച്ചതായ വിഷ്ണുഭജന ക്രമത്തെയനുസരിച്ച് തപസ്സു ചെയ്ത ധ്രുവൻ എന്ന ബാലൻ ശരീരത്തോടുകൂടെ ഹരിവദത്തെ പ്രാപിച്ചില്ലേ. വിഷ്ണുപ്രസാദം നിമിത്തം ബാലനായ ധ്രുവൻ ബഹുകാലം രാജ്യഭാരം വഹിച്ച ശേഷം ദേവന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ കയറി ധ്രുവലോകത്തിൽ നിത്യശരീരത്തെ വഹിച്ചുകൊണ്ട് വസിച്ച കഥയെ പറഞ്ഞിരിക്കുന്നു. ഹിരണ്യാക്ഷവധത്തിൻ്റെ കാരണം കേൾക്കണമെന്നുള്ള അങ്ങയുടെ ചോദ്യത്തിന് ഇനി മറുപടി പറയാം. പണ്ട് ദേവന്മാർ ചെയ്ത ചോദ്യത്തിന് ബ്രഹ്മാവ് പറഞ്ഞതായ മറുപടി ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആ കഥയിൽ അടങ്ങിയിട്ടുള്ളതിനെ പറയാം, കേൾക്കുക. പ്രജേതസിൻ്റെ പുത്രനായ ദക്ഷന് ദിതി എന്നു പേരായ പുത്രിയുണ്ടായിരുന്നു. മരീചി പുത്രനായ കശ്യപ മുനിക്ക് അവളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു ദിവസം സന്ധ്യാസമയത്തിൽ സ്വഭർത്താവായ കശ്യപൻ്റെ അരികത്ത് മന്മഥ പീഡിതയായ അവൾ സന്താനകാംക്ഷ നിമിത്തം ചെന്നു നിന്നു. കശ്യപൻ സൂര്യാസ്തമയ ശേഷം അഗ്നിശാലയിൽ പ്രവേശിച്ച് സകല യത്നങ്ങളുടെയും ഫലങ്ങളെ നൽകുന്ന പരമപുരുഷനെ നെയ്യ് മുതലായ ഹോമദ്രവ്യങ്ങൾ അഗ്നിയിലൊഴിച്ച് പൂജിച്ച ശേഷം ആ ഭഗവാനെ തന്നെ ദൃഢമായി ധ്യാനിച്ചുകൊണ്ട് അഗ്നിശാലയിൽ തന്നെ വസിച്ചിരുന്ന സമയത്താണ് ദിതി അരികത്തു ചെന്നത്. ഹേ വിദ്വാനായുള്ളവനെ, വില്ലെടുത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷനായിരിക്കുന്ന ഈ കാമദേവൻ അങ്ങയോട് ചേരേണ്ടതായിട്ട് എന്നെ നിർബന്ധിക്കുന്നു. സ്വതേ തന്നെ ദുഃഖിതയായ ഞാൻ കാമദേവൻ്റെ പരാക്രമത്തെ എതിർക്കുവാൻ ശക്തയായിരിക്കുന്നില്ല. മതിച്ച ആന കദളിവാഴയെ എന്ന പോലെ മന്മഥൻ എന്നെ ഉപദ്രവിക്കുന്നു. സന്താനാദി സമൃദ്ധികളോടുകൂടിയ സപത്നികളുടെ ഐശ്വര്യം നിമിത്തം സന്തപിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പേരിൽ അങ്ങയുടെ അനുഗ്രഹമുണ്ടാകണം. അതിനാൽ അവിടത്തേക്കും ഭദ്രം ഭവിക്കും. ഭർത്താവിൽ നിന്ന് സൽക്കാരം സിദ്ധിക്കുന്നത് കൊണ്ടുതന്നെ സ്ത്രീകളുടെ കീർത്തി ലോകത്തിൽ വ്യാപിക്കുന്നു. അങ്ങനെയിരിക്കെ അങ്ങയെപ്പോലെയുള്ള ഭർത്താവ് ഭാര്യയിൽ പുത്രരൂപേണ ജനിക്കുന്നതായാൽ ആ സ്ത്രീകളുടെ കീർത്തി ലോകത്തിൽ എന്നെന്നും നിലനിൽക്കാതിരിക്കുകയില്ലെന്ന് പറയേണ്ടതുണ്ടോ?
പുത്രിമാരായ ഞങ്ങളിൽ ഏറ്റവും താൽപ്പര്യമുള്ള പിതാവായ ഭഗവാൻ ദക്ഷൻ വിവാഹത്തിനു മുമ്പ്, അല്ലയോ വത്സകളെ, നിങ്ങൾ ആരെ ഭർത്താവായി വരിക്കുന്നു എന്ന് ഞങ്ങളോട് വെവ്വേറെ ചോദ്യം ചെയ്തു. ഞങ്ങളിൽ സന്താനാഭിവൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം അങ്ങയുടെ സ്വഭാവഗുണത്തെ ആദരിച്ചവരായ ഞങ്ങളുടെ അഭിപ്രായം അറിഞ്ഞപ്പോൾ പുത്രിമാരിൽ 13 പേരായ ഞങ്ങളെ അങ്ങയ്ക്ക് ദാനം ചെയ്തു. ഞങ്ങളെല്ലാവരും ഒരുപോലെ അങ്ങയെ ആദരിച്ചിരിക്കെ ചിലരിൽ സന്താനങ്ങളെ ജനിപ്പിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നതായ ഈ വൈഷമ്യം അങ്ങ് കാണിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പിതാവായ ദക്ഷൻ്റെ കോപം അങ്ങയിൽ പ്രവേശിപ്പാൻ അവകാശമുണ്ടെന്ന് പറയുന്നു. ഹേ മംഗളസ്വരൂപ, താമരസാക്ഷ, അതുകൊണ്ട് ഭവാൻ എൻ്റെ അഭിലാഷം സാധിപ്പിക്കണം. ദുഃഖിതന്മാർ മഹാന്മാരിൽ ചെയ്യുന്ന പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമായി വരികയില്ല. മന്മഥതാപത്തെ പുറമേ പ്രകാശിപ്പിക്കുന്ന ബഹുവാക്കുകളെ പറഞ്ഞ ആ ദിതിയുടെ ദുഃഖത്തെ വാക്കുകൊണ്ട് ശമിപ്പിച്ച് സമാധാനിപ്പിക്കണമെന്ന് വിചാരിച്ച ജിതേന്ദ്രിയനായ കശ്യപമുനി ഇങ്ങനെ മറുപടി പറഞ്ഞു. ഹേ ഭയശീലേ, വൃഥാ ഭയപ്പെടേണ്ട. ഞാൻ നിൻ്റെ അഭീഷ്ടം സാധിപ്പിക്കാൻ ഒരുക്കമാണ്. ധർമാർത്ഥ കാമങ്ങളെന്ന 3 പുരുഷാർത്ഥങ്ങളും ഏതൊരു സ്ത്രീയുടെ ആനുകൂല്യം നിമിത്തം പുരുഷന് ലഭിക്കുന്നുവോ ആ പത്നിയുടെ അഭിലാഷത്തെ ആരാണ് സാധിപ്പിക്കാതിരിക്കുക? ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്ന പുരുഷൻ തൻ്റെ ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് മറ്റുള്ള ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർക്ക് അന്നാദി പദാർത്ഥങ്ങളെ നൽകിയിട്ട് അവരെയും സ്വീകരിച്ച് താനും ഷുൽപിപാസാദി ദുഃഖസമുദ്രത്തെ കടന്നുപോകുന്നു. വെള്ളത്തിൽ സഞ്ചരിക്കുന്ന കപ്പൽ മുതലായ വാഹനങ്ങളെ നടത്തുന്ന ഒരുവൻ സമുദ്രം കടക്കുവാൻ ആഗ്രഹിക്കുന്ന അന്യജനങ്ങളെ ആ വാഹനങ്ങളിൽ വഹിച്ചും കൊണ്ട് താനും അവരോടൊപ്പം സമുദ്രം കടക്കുന്നത് പോലെ ഗൃഹസ്ഥൻ മറ്റുള്ള ആശ്രമികളെയും തന്നെയും സംസാര സമുദ്രത്തെ കടത്തുന്നവനാകുന്നു. ഇതിനവനെ സഹായിക്കുന്നത് അവൻ്റെ കളത്രമാകുന്നതിനാൽ ആ കളത്രത്തെ ആദരിക്കേണ്ടത് അവൻ്റെ ധർമ്മമാണ്. സ്വർഗാദി പുണ്യലോകപ്രാപ്തിരൂപമായ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന പുരുഷൻ നടത്തേണ്ടതായിരിക്കുന്ന യാഗാദി കർമ്മങ്ങൾ സാധിക്കണമെങ്കിൽ പത്നി കൂടിയേ കഴിയൂ. അതുകൊണ്ട് ശ്രുതിയിൽ പത്നിയെ പുരുഷൻ്റെ ശരീരാർത്ഥമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ പത്നിയെ മാനിക്കണമെന്നത് നിർബന്ധരൂപമായ ധർമ്മമാകുന്നു. അത്ര തന്നെയല്ല, ദൃഷ്ടാദൃഷ്ടരൂപമായ കർമ്മഭാരത്തെ യാതൊരുത്തിയിൽ സമർപ്പിച്ചിട്ട് പുരുഷൻ നിശ്ചിന്തനായിരിക്കുന്നുവോ ആ പത്നിയെ മാനിക്കാതിരിക്കുന്ന പുമാൻ കൃതജ്ഞനാകുന്നു. ബ്രഹ്മചര്യാദികളായ ഇതരാശ്രമങ്ങളിൽ ഇരിക്കുന്നവർക്ക് ജയിപ്പാൻ ഏറ്റവും പ്രയാസമുള്ള ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ഗൃഹസ്ഥാശ്രമികളായ ഞങ്ങൾ ദുർഗത്തിൽ വസിക്കുന്നവർ ചോരന്മാരെ എന്ന പോലെ യാതൊരു പത്നിയെ ആശ്രയിച്ചിട്ട് ജയിക്കുന്നു. അപ്രകാരം ഉപകരിക്കുന്ന ധർമ്മപത്നിയായ നീ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് തുല്യങ്ങളായ ഉപകാരങ്ങൾ അങ്ങോട്ടും ചെയ്ത് കടന്തീർക്കുവാൻ ഞങ്ങളാകട്ടെ പത്നീ ഗുണങ്ങളെ നന്നായി അറിയുന്ന മറ്റു ജനങ്ങളാകട്ടെ ആയുഷ്കാലം മുഴുവനും പരിശ്രമിച്ചാലും എന്നല്ല, അനേകം ജന്മങ്ങൾ കൊണ്ടുകൂടെയും ശക്തന്മാരായി ഭവിക്കയില്ല. അഥവാ പ്രത്യുപകാരം ചെയ്യുവാൻ ശക്തന്മാരാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർ പത്നി ഗുണം തികച്ചും അറിയാത്തവരാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിലും പ്രജാർത്ഥമായിട്ടുള്ള നിൻ്റെ ഈ ആഗ്രഹത്തെ പൂർണ്ണമായിട്ടും ഞാൻ സാധിപ്പിക്കാം. എന്നാൽ അല്പസമയം ക്ഷമിച്ചുകൊള്ളുക. ഈ സന്ധ്യാസമയം കഴിഞ്ഞുകൊള്ളട്ടെ. ഈ സമയത്തിൽ സന്തത്യുൽപാദനം നിന്ദ്യമാണെന്നുള്ള വിധിയെ പരിപാലിക്കാതിരുന്നാൽ സജ്ജനങ്ങൾ എന്നെ നിന്ദിക്കാതിരിക്കയില്ലല്ലോ. സജ്ജനങ്ങൾ എന്നെ നിന്ദിക്കുമെന്നു മാത്രമല്ല, വേറെയും അനർത്ഥങ്ങളുണ്ടെന്ന് ധരിപ്പിപ്പാൻ സന്ധ്യാസമയത്തെക്കുറിച്ച് വിവരിച്ചു കേൾപ്പിക്കുന്നു. പരമേശ്വരൻ്റെ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളായ മഹാഭൂതങ്ങളുടെ സഞ്ചാരം ഈ സമയത്തിലാകയാൽ ഇതിനെ ഭയങ്കരമായ രൂപം ദർശിക്കുന്ന സമയമാണെന്ന് സൂക്ഷ്മദർശനമുള്ളവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ഭൂതപ്രേത പിശാചുകൾ മാത്രമല്ല സഞ്ചരിക്കുന്നത്, അവരെ മന്ത്രാദികൾ കൊണ്ടു പക്ഷേ തടുക്കാം. ശ്രീരുദ്രൻ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ആ ദേവനെ മന്ത്രാദികൾ കൊണ്ട് ഒരുവിധത്തിലും തടുത്തുകൂടാ. ഈ നിർബന്ധം നിനക്ക് സമുചിതമല്ലെന്ന് ധരിക്കണം. നീ സുചരിതയല്ലേ. പതിവ്രതകളായവർ സദാചാരത്തെ അനുസരിക്കാതിരിക്കുകയില്ല. ഹേ സാധ്വി, ഈ സന്ധ്യാസമയത്തിൽ ഭൂതപ്രേതാദി സംഘങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീരുദ്രൻ, സകല ലോകങ്ങളെയും പരിപാലിക്കുന്ന പരമേശ്വരൻ, നന്ദികേശ്വരനാകുന്ന തൻ്റെ വാഹനത്തിലിരുന്ന് ലോകത്തിൽ സഞ്ചരിക്കുകയാകുന്നു. ആ ദേവനെ വണങ്ങാനുള്ള സമയമാണ് ഇതെന്ന് നീ ധരിക്കണം. ശ്മശാനത്തിൽ നിന്ന് പുറപ്പെടുന്ന ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടികൾ പറ്റിയതുകൊണ്ട് ധൂമ്രനിറവും
അതിശോഭയുള്ള ജടയാകുന്ന കിരീടം ധരിച്ച് ഭസ്മം ദേഹത്തിൽ എല്ലാ ഭാഗത്തും പൂശിയും സ്വർണം പോലെ തിളങ്ങുന്ന ദേഹത്തോടുകൂടിയും ഇരിക്കുന്നവനും നിന്റെ സഹോദരിയായ സതീദേവിയുടെ ഭർത്താവുമായ ശ്രീരുദ്രൻ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവരാകുന്ന 3 നേത്രങ്ങൾ കൊണ്ട് നോക്കുന്നുണ്ട്. ആ ദേവനെ മറയ്ക്കുന്നതിന് സാധ്യമല്ല. ബന്ധുജനങ്ങളുടെ മുമ്പാകെ നിന്ദ്യമായ കർമ്മം നടത്തുന്നത് യുക്തമല്ല. ആ മഹേശ്വരന് ഈ ലോകത്തിൽ സ്വജനമായിട്ടോ അന്യജനമായിട്ടോ അത്യന്തം ആദരിക്കത്തക്കവനായിട്ടോ നിന്ദിക്കത്തക്കവനായിട്ടോ ആരുമില്ല. ലോകാതീതനായ ഭഗവാൻ സർവസമാനനാണെന്ന് ഓർത്തുകൊള്ളുക. ആ ഭഗവാന്റെ കാൽ കൊണ്ട് ചവിട്ടി നീക്കിയിരിക്കുന്ന മായാഭഗവതിയെ വ്രതാദികൾ കൊണ്ട് പ്രസാദിപ്പിച്ചു ലഭിക്കുന്ന ഐശ്വര്യത്താൽ ആനന്ദിക്കുന്നവരാണ് ഞങ്ങൾ. ആ ഭഗവാനാകട്ടെ മായാഗുണങ്ങളെ അനുഭവിച്ചറിഞ്ഞ് ദോഷബുദ്ധ്യ തള്ളിക്കളഞ്ഞ ശേഷം സ്വരൂപത്തിൽ ആനന്ദിക്കുന്നവനാകുന്നു. അതിനാൽ സ്വജനമാണെന്ന് കരുതി ആദരിക്കാതെ ഇരിക്കേണ്ട. ഏതൊരുവൻ്റെ ത്രിപുരാഹാദി മഹാപരാക്രമ വ്യാപാരത്തെ അവിദ്യ നിമിത്തം സംഭവിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ആവരണത്തെ ഭേദിപ്പാൻ ആഗ്രഹിക്കുന്ന വിദ്വാൻമാർ നിരന്തരം കീർത്തിക്കുന്നു. ആ മഹാദേവന് സദൃശനായിട്ടും മീതെയുള്ളവനായിട്ടും മറ്റന്യദേവനില്ല. സത്തുക്കൾ ആ ഭഗവാനെ പ്രാപിക്കേണ്ടതിനായിട്ടാണ് സർവകർമ്മങ്ങളെയും ഭക്തിപൂർവം ആചരിക്കുന്നത്. അപ്രകാരം മാഹാത്മ്യമുള്ള ആ ഭഗവാൻ സ്വയമേവ പിശാച സമ്പ്രദായത്തെ ആചരിക്കുന്നു. പ്രഭുവിൻ്റെ ആ ഇച്ഛയ്ക്കുള്ള കാരണമെന്താണെന്ന് ആർക്കറിയുവാൻ കഴിയും? ശ്വാക്കൾക്കും മറ്റും ഭക്ഷണപദാർത്ഥമായി തീരാൻ പോകുന്ന ശരീരത്തെ ആത്മാവെന്ന് അഭിമാനിച്ചിരിക്കുന്ന അജ്ഞജനങ്ങൾ വസ്ത്രമാല്യാഭരണാദികളാൽ അവരുടെ ആ ശരീരത്തെ ലാളിക്കുന്നു. അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും ഭഗവാൻ ശ്രീരുദ്രൻ ശ്മശാന ഭസ്മലേപനാദികളാൽ ശരീരത്തെ അവഗണിക്കുന്നത്. മഹാദേവൻ്റെ അഭിപ്രായം എന്തായിരിക്കുമെന്നറിവില്ലാത്ത പാപികൾ പ്രഭുവിൻ്റെ പ്രവൃത്തിയെ ഹസിക്കുന്നു. അഹോ അറിവില്ലായ്മയുടെ വിലാസം! ബ്രഹ്മാദിദേവന്മാർ ശ്രീരുദ്രൻ്റെ നിശ്ചയമനുസരിച്ച് നടക്കുന്നവരാകുന്നു. ഈ കാണപ്പെടുന്ന സർവ്വലോകത്തിൻ്റെയും മൂലകാരണം ശ്രീ മഹാദേവനാകുന്നു. മായാഭഗവതി ഭഗവാന്റെ ആജ്ഞയെ അനുസരിക്കുന്നവളാകുന്നു. ഇത്രയും മാഹാത്മ്യമുള്ള ദേവൻ്റെ പിശാച സമ്പ്രദായം ലോകത്തെ അറിയിപ്പിക്കുവാനുള്ള ഒരു അനുകരണം മാത്രമാകുന്നു. അഹോ ഭഗവാന്റെ കാരുണ്യാതിശയം സ്തുതിക്കത്തക്കതു തന്നെ. തൻ്റെ ആചാരത്താൽ പ്രാകൃതന്മാർക്കുള്ള ദേഹാഭിമാനത്തെ കളയിക്കണമെന്നു തന്നെയാണ് മഹേശ്വരൻ്റെ അഭിപ്രായം. അല്ലാതെ പിശാചനാണെന്ന് ധരിക്കുന്നവത് മഹാമൂഢതയാകുന്നു. മൈത്രേയ ഉവാച സൈവം സംവിദിതേ ഭർത്ത മന്മഥോന്മദിതേന്ദ്രിയ ജഗ്രാഹവാസോ ബ്രഹ്മർഷേൽ വൃഷളീവഗതത്രഭ. മൈത്രേയർ പറഞ്ഞു, ഭർത്താവിങ്ങനെ ധരിപ്പിച്ചപ്പോൾ മന്മഥതാപത്താൽ വിചാരശക്തി നശിച്ചിരിക്കുന്ന ദിതി കേവലം ദാസിയുടെ മട്ടിൽ ലജ്ജാഹീനയായിട്ട് ബ്രഹ്മർഷി ആയ കശ്യപൻ്റെ വസ്ത്രത്തെ പിടിച്ചു വലിച്ചു. സന്ധ്യാസമയത്തിൽ രതി വർജിക്കേണ്ടതാണെന്ന് ബോധിപ്പിച്ചിട്ടും അതിൽ തന്നെ നിർബന്ധിക്കുന്നതിന് ഭാര്യയെ പ്രേരിപ്പിക്കുന്നത് ഈശ്വരേച്ഛ തന്നെ ആയിരിക്കുമെന്ന് കരുതിയ കശ്യപൻ ദൈവത്തെ നമസ്കരിച്ച ശേഷം അഗ്നിശാലയിൽ നിന്ന് എഴുന്നേറ്റു ഏകാന്തത്തിൽ ഭാര്യാസമേതനായി പ്രവേശിച്ചു. മഹാന്മാർക്കും നിശ്ചിത വ്യാപാരത്തിൽ പ്രവർത്തിക്കുവാൻ ഇടവരുത്തുന്നതായ ഈശ്വരേച്ഛ ആശ്ചര്യമായിരിക്കുന്നു. അതിനുശേഷം ഉടനെ സ്നാനം ചെയ്ത് പ്രാണായാമങ്ങളെ അനുഷ്ഠിച്ചു. പ്രാണായാമങ്ങൾ കൊണ്ട് ദോഷങ്ങളെ ദഹിപ്പിക്കണമെന്നുള്ള വേദവിധിയെ അനുസരിച്ച് നാശരഹിതവും നിർവികാരവും ജ്യോതിർമയവുമായ ബ്രഹ്മത്തെ മൗനമായിരുന്നു ധ്യാനിച്ചു. ബ്രഹ്മവാചകമായ പ്രണവമന്ത്രത്തെ ജപിക്കുകയും ചെയ്തു. ഹേ ഭാരത, ഇപ്പോൾ ദിതിക്ക് താൻ ചെയ്തത് നിന്ദിത കർമ്മമാണെന്ന് തോന്നി ലജ്ജയുണ്ടായി. ബ്രാഹ്മണോത്തമനായ ഭർത്താവിൻ്റെ അരികത്ത് ചെന്ന് തലതാഴ്ത്തി നിന്ന് പറയുവാൻ തുടങ്ങി. ദിതിരുവാച മാമേ ഗർഭമിമം ബ്രഹ്മൻ ഭൂതാനാം ഋഷഭോവദീത് രുദ്രപതിർഹി ഭൂതാനാം യസ്യാകരവമംഹസം. ദിതി പറഞ്ഞു, ഹേ ബ്രാഹ്മണോത്തമ, ഭൂതനാഥനായ ശ്രീരുദ്രൻ എൻ്റെ ഈ ഗർഭത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടതൊക്കെ അങ്ങ് ചെയ്യണം. ആ ദേവൻ ഭൂതങ്ങളുടെ പാലകനാണല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ നേരെ അപരാധം ചെയ്തുപോയി. അപരാധികളുടെ നേർക്ക് ഭയങ്കരനും അവരെ ദണ്ഡിക്കുവാൻ തക്കവിധം ക്രോധത്തെ പ്രകാശിപ്പിക്കുന്നവനും സകാമ ഭക്തന്മാർക്ക് സകലാഭീഷ്ടങ്ങളെയും നൽകി അനുഗ്രഹിക്കുന്നവനും സാധുക്കളെ സംരക്ഷിക്കുന്നവനും നിഷ്കാമ ഭക്തന്മാർക്ക് പരമാനന്ദത്തെ നൽകുന്നവനുമായ ശ്രീരുദ്രനായിക്കൊണ്ട് നമസ്കാരം.
എൻ്റെ സഹോദരിയായ സതിയുടെ ഭർത്താവായും ഭക്തന്മാരിൽ പരമാനുഗ്രഹം കാണിക്കുന്ന സ്വഭാവമുള്ളവനായും ഇരിക്കുന്ന ഭഗവാൻ ശ്രീരുദ്രൻ നിർദ്ദയനായ കാട്ടാളൻ കൂടെ ദയാപൂർവം വിചാരിക്കുന്ന സ്ത്രീകളായ ഞങ്ങളുടെ നേരെ പ്രസാദിക്കണം. മൈത്രേയ ഉവാച സ്വസർഗസ്യാശിഷം ലോക്യം ആശാസാനാം പ്രവേപതീം നിവൃത്തസന്ധ്യാനിയമോ ഭാര്യാമാഹ പ്രജാപതി. മൈത്രേയർ പറഞ്ഞു, തൻ്റെ സന്താനത്തിന് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമമുണ്ടാവുവാൻ ഉപകരിക്കുന്ന വിധം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തു തന്നെ ശ്രീരുദ്രഭയം നിമിത്തം ആപാദചൂടം വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യയോട് സന്ധ്യാവന്ദനാദി നിത്യകർമ്മം നടത്തിയ ശേഷം ശാന്തിയെ ആശ്രയിച്ചിരിക്കുന്ന കശ്യപൻ പറഞ്ഞു. കശ്യപ ഉവാച അപ്രായത്യാദാത്മനസ്തേ ദോഷാൻ മൗഹൂർത്തികാദുദ മന്യദേശാദിചാരേണ ദേവാനാം ചാദിഹേളനാത് ഭവിഷ്യതസ്തവാ ഭദ്രേ തവ ഭദ്രേ ജാഡരാതമോ ലോകാൻ സപാലാം സ്ത്രീം ചണ്ഡി മുഹുരാക്രാന്തയിഷ്യതഃ. കശ്യപൻ പറഞ്ഞു, ഹേ അഭദ്രേ ചണ്ഡി, സന്താനോൽപാദന സമയത്തിൽ നിന്റെ മനസ്സ് ശുദ്ധമായിരുന്നില്ല, സമയം ശോഭനമായിരുന്നില്ല, എൻ്റെ ആജ്ഞയെ നീ അനുസരിച്ചില്ല, സന്ധ്യാകാല സഞ്ചാരികളായ ദേവന്മാരെ ആദരിച്ചില്ല. ഈ വക ദോഷങ്ങളുടെ ബലഭൂതന്മാരായിട്ട് നിനക്ക് അധമന്മാരായും അമംഗള സ്വരൂപന്മാരുമായിരിക്കുന്ന 2 പുത്രന്മാർ ജനിക്കും. അവർ ദിഗ്ബാലസഹിതമായിരിക്കുന്ന 3 ലോകത്തെയും അടിക്കടി ഉപദ്രവിച്ച് കരയിക്കും. നിന്റെ ആ പുത്രന്മാർ നിരപരാധികളായ പ്രാണികളെ ദയകൂടാതെ സംഹരിക്കും, സ്ത്രീജനങ്ങളെ ബലാത്കാരേണ അപഹരിക്കും, മഹാത്മാക്കളെ കോപിപ്പിക്കും. അപ്പോൾ ലോകരക്ഷകനായ ഭഗവാൻ വിശ്വേശ്വരൻ അവതരിച്ചിട്ട് ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ പക്ഷങ്ങളെ മുറിച്ചതുപോലെ നിന്റെ പുത്രന്മാരെ സംഹരിക്കും. ദിതിരുവാച വദം ഭഗവതാ സാക്ഷാത് സുനാബോധാര ബാഹുന ആശാസേ പുത്രയോർമഹ്യം മാ ക്രുദ്ധാത് ബ്രാഹ്മണാദ്വിഭോ. ദിതി പറഞ്ഞു, സുദർശനചക്രം കയ്യിൽ ധരിച്ചിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ എൻ്റെ പുത്രന്മാരെ വധിക്കുന്നതായാൽ അവർക്ക് മോക്ഷം സിദ്ധിക്കും. അതുകൊണ്ട് ആ വിധമായ മരണം അവർക്ക് നേരിടുന്നതിൽ എനിക്ക് ഖേദമില്ല. കോപിച്ചിരിക്കുന്ന ബ്രാഹ്മണനിൽ നിന്ന് വധം നേരിടാതിരിക്കണം. ബ്രാഹ്മണശാപത്താൽ ദഹിച്ചവനെയും ഭൂതങ്ങൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവനെയും കുറിച്ച് നരകത്തിൽ കിടന്ന് ദുഃഖം അനുഭവിക്കുന്നവർ കൂടെ ദയ വിചാരിക്കുകയില്ല. അവർ ഏതേത് യോനിയിൽ ജനിച്ചാലും ആ ജാതിക്കാർ അവരെ അനുഗ്രഹിക്കയില്ല. അപ്പോൾ കശ്യപൻ പറഞ്ഞു, നിഷിദ്ധകർമ്മം ചെയ്തതിനെക്കുറിച്ച് ദുഃഖിക്കുകയും പശ്ചാത്തപിക്കുകയും ഉടനെ തന്നെ വേണ്ടുന്ന വിധം ആലോചിച്ച് ഭഗവൻ നമസ്കാരരൂപമായ പ്രായച്ചിത്തം അനുഷ്ഠിക്കുകയും ഭഗവാനായ ശ്രീരുദ്രനെ ബഹുമാനിക്കുകയും എന്നെയും ആദരിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ പുത്രന്മാരിൽ ഒരുവനുണ്ടാകുന്ന പുത്രന്മാരുടെ മധ്യത്തിൽ ഒരുവൻ, പ്രഹ്ലാദൻ, സജ്ജന സമ്മതനായി വരും. അവൻ്റെ പരിശുദ്ധമായ ഭഗവത് ഭക്തി നിമിത്തമുണ്ടാകുന്ന കീർത്തിയെ ഭഗവത് കീർത്തിയോടുകൂടെ യോജിപ്പിച്ചും കൊണ്ട് മഹാജനങ്ങൾ കീർത്തനം ചെയ്യും. നിന്റെ ആ പൗത്രൻ്റെ ശ്ലാഘ്യമായ ശീലത്തെ അനുസരിച്ച് ജീവിതം കഴിച്ചുകൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായ സജ്ജനങ്ങൾ അന്യധാതുക്കളുടെ സംയോഗം നിമിത്തം നിറപ്പകർച്ചയുള്ള സ്വർണത്തെ അഗ്നിയിലിട്ട് ഊതി ശുദ്ധമാക്കുന്നതുപോലെ നിർവൈരാതി ഭാഗവങ്ങളെ അഭ്യസിച്ചിട്ട് അന്ധകരണത്തെ പരിശുദ്ധമാക്കുവാൻ പരിശ്രമിക്കും. യാതൊരുവൻ്റെ പ്രസാദം നിമിത്തം ഈ വിശ്വം ഒരുവൻ്റെ നേരെ പ്രസാദിക്കുന്നുവോ, ഈ ലോകം തന്നെ യാതൊരുവൻ്റെ സ്വരൂപമായിരിക്കുന്നുവോ, ആ ഭഗവാൻ നിന്റെ പൗത്രൻ്റെ അനന്യഭാവം നിമിത്തം അവനെക്കുറിച്ച് സന്തോഷിക്കും. മഹത്തായ മനോഭാവവും മാഹാത്മ്യവും അതിശയമായ ഭക്തിയുമുള്ളതുകൊണ്ട് മഹാന്മാരിൽ വെച്ചും അത്യന്തം മഹാനായ നിന്റെ പൗത്രൻ വിശുദ്ധ ഭക്തിയാൽ അതിനിർമ്മലമായ അന്ധകരണത്തിൽ ശ്രീ ഭഗവാനെ ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഭഗവത് ലോകത്തെ പ്രാപിക്കും. നിന്റെ ആ പൗത്രൻ വിഷയങ്ങളിൽ താൽപ്പര്യമില്ലാത്തവനും സൽസ്വഭാവിയും ഗുണങ്ങൾ തികഞ്ഞവനും പരന്മാരുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്നവനും അന്യന്മാരുടെ ദുഃഖം കാണുമ്പോൾ വ്യസനിക്കുന്നവനും ആരെക്കുറിച്ചും ശത്രുഭാവന ഇല്ലാത്തവനും വേനൽക്കാലത്തിലുള്ളതായ ഉഷ്ണത്തെ ചന്ദ്രൻ എന്ന പോലെ ലോകത്തിനുള്ള സംസാരക്ലേശത്തെ നശിപ്പിക്കുന്നവനുമായിരിക്കും. അത്യന്തം പരിശുദ്ധനും ദൃഷ്ടമാത്രത്തിൽ സർവ്വസന്താപങ്ങളെയും സംഹരിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ചെന്താമരദളം പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും സ്വഭക്തന്മാരെ അനുഗ്രഹിപ്പാനായി സ്വേച്ഛയാ രൂപത്തെ അംഗീകരിച്ചവതരിക്കുന്നവനും
ശ്രീദേവിയുടെ ഭർത്താവുമായിരിക്കുന്ന ശ്രീ ഭഗവാനെ നിന്റെ പൗത്രൻ ഉള്ളിലും പുറത്തും ഒരുപോലെ കാണും. മൈത്രേയ ഉവാച ശ്രുത്വാ ഭാഗവതം പൗത്രമമോദദിർദൃശം പുത്രയോശ്ച വദം കൃഷ്ണാത് വിദിത്വാസീൻ മഹാമനഃ. മൈത്രേയർ പറഞ്ഞു, പുത്രൻ്റെ പുത്രൻ ഭഗവത് ഭക്തനാകുമെന്നും പുത്രന്മാരെ ശ്രീകൃഷ്ണൻ സംഹരിക്കുമെന്നും അറിഞ്ഞപ്പോൾ മഹാമനസ്കയായ ദീതി ഏറ്റവും സന്തോഷിച്ചു. ഭഗവാൻ സംഹരിക്കുന്നതിനാൽ പുത്രന്മാർ മുക്തിയെ പ്രാപിക്കുമെന്നോർത്തായിരുന്നു സന്തോഷിച്ചത്. 14-ാമത്തെ അധ്യായം സമാപിച്ചു. 15-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.